ജീവിക്കുന്നു നമ്മളിലൂടെ എന്നത് ന്യൂസ് 18 ഇന്ന് നടത്തിയ ഒരു ക്യാമ്പയിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഇന്ന് ലോക ഹൃദയാരോഗ്യ ദിനമാണ്. അപ്പോൾ ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്ത് ഒരുപാട് പേർ ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വന്ന് മരണമടയുന്ന മനുഷ്യരാണ്. അപ്പോൾ ഹൃദയത്തെ നോക്കാനും പരിപാലിക്കാനും അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുമായി നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മളുടെ ശരീരത്തെ, നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ ജീവിത രീതികളെ, ജീവിതക്രമത്തെ ഒക്കെ പരുവപ്പെടുത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഉള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ദിനം തന്നെ ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ആ സന്ദേശം ഓരോ മനുഷ്യരിലും എത്തിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ ലോക ഹൃദയ ദിന സന്ദേശം എന്ന് പറയുന്നത്. 50 വയസ്സിന് താഴെയുള്ള 25% ആളുകളും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നു എന്ന വിവരമാണ്, കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും അകാല മരണത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഹൃദ്രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹൃദയത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിലേക്ക് അവബോധം വളർത്തേണ്ടുന്നത് അത്യാവശ്യവുമാണ്. ഈ വർഷവും സെപ്റ്റംബർ 29 ഹൃദയത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ലോക ഹൃദയ ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് ഈ ദിവസം ന്യൂസ് 18 അതൊരു ക്യാമ്പയിനാക്കി മാറ്റിയിരിക്കുകയാണ്. അത് അവയവദാനത്തെക്കുറിച്ചുള്ള പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയാണ് ഇന്ന് അങ്ങനെയൊരു ദിവസം ന്യൂസ് 18 തിരഞ്ഞെടുത്തത്. ഈ ഹൃദയ ദിനത്തിൽ അവയവ ദാനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്കാണ് ന്യൂസ് 18 ശ്രദ്ധ ക്ഷണിച്ചതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ക്യാമ്പയിൻ വാർത്തകളിലൂടെ പ്രേക്ഷകർ അത് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമ്മൾ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ എത്ര പോസിറ്റീവായാണ് അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വന്തം ജീവിതം കൊണ്ടൊരു സന്ദേശം നൽകുന്ന വ്യക്തിയാണ് സണ്ണി. സണ്ണി തൻ്റെ ജീവിതാനുഭവങ്ങൾ ന്യൂസ് 18നോട് ഇന്ന് പങ്കുവച്ചു. അതൊന്ന് കാണാം. ഹൃദയത്തിൻ്റെ സ്വരരാഗംഗയായി പടരുന്ന മണിവീണ മൂഢമായി. ഹൃദയത്തിൻ്റെ സ്വരരാഗംഗയായി. സണ്ണിയുടെ പാട്ട് ഇടയ്ക്ക് മുറിയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊന്നുമല്ല പാടേണ്ടതെന്നും സണ്ണിക്കും അറിയാം. പക്ഷേ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നൊരു കാലത്തു നിന്നുമാണ് ഈ മനുഷ്യൻ പുതിയ ജീവിതത്തിലേക്ക് നടന്നെടുത്തത്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന തോന്നലിൽ സണ്ണി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. മാറ്റി വയ്ക്കുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയില്ലേ, അത് ഓർക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ വരെയും ഒരു ഞെട്ടലോടുകൂടിയാണ് അവർ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ കിടക്കുകയാണ്, കണ്ണടച്ച് ഉറക്കമില്ല, എപ്പോൾ വേണമെങ്കിലും മരണം വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഇവൾ തൊട്ടപ്പുറത്ത് കിടക്കേണ്ട വൈഫൈ, അവൾ വന്ന് കിടക്കും, പയ്യെ ഉറങ്ങുമ്പോൾ കൂർക്കമ്പലി നമുക്ക് കേൾക്കാം. ഞാനിങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവൾ ഞെട്ടിടിക്കും. എന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കൂ, ശ്വാസം ഉണ്ടോ എന്നിട്ടാണ് പിന്നെ അവൾ പിന്നെ കിടക്കണേ. അത്ര അന്നേരം നമ്മൾ കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ നമുക്കിതറിയാം. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ദൈവത്തിൻ്റെ സയൻസും ജോസ് സാറിനെ സംബന്ധിച്ച് നമുക്ക് ശരി ഇതൊരു ദൈവം പോലെ തന്നെ പുള്ളി. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു സണ്ണിയുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അവയവദാനം എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണെന്ന് തൻ്റെ അനുഭവം തൊട്ട് സണ്ണി സാക്ഷ്യം പറയുന്നു.
അവയവങ്ങൾ മരിക്കണതിന് മുമ്പ് മരിക്കുമ്പോഴത്തേക്കും കൊടുക്കണത് തന്നെയാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. 3 തവണ ഈ ആശുപത്രിയിൽ ഹാർട്ട് വരും എന്നും പറഞ്ഞ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കിടത്തി. പക്ഷേ അന്നേരമൊക്കെ അവസാന നിമിഷം ആൾക്കാർ പിൻവാങ്ങുക. എന്നിട്ട് 3 തവണ എന്നെ അങ്ങനെ അണുവിമുക്തമാക്കിയിട്ട് കുളിപ്പിച്ചൊക്കെ കിടത്തി. എന്നിട്ട് ഹാർട്ട് കിട്ടിയില്ല. എന്നിട്ട് 3ാമത്തെ തവണയാണ് കിട്ടണത്. നമ്മുടെ കാലശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എത്ര പേരാ ഈ മരണവും കാത്ത്. ഞാനൊക്കെ 2 വർഷത്തോളം മരണവും കാത്ത് നിന്നാണ് ഇത് കിട്ടുന്നത്. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ഒരാൾ മരിക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് ഹാർട്ട് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുമില്ല. തനിക്ക് പുതുജീവിതം നൽകിയ കൊട്ടാരക്കര സ്വദേശി അനുജിത്തിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാടുകൾ വലുതാണ്. തൻ്റെ പ്രതിസന്ധികൾ മറികടന്നാൽ അവരെ കൂടി ഏറ്റെടുക്കണമെന്നതാണ് സണ്ണിയുടെ ആഗ്രഹം. ആരോഗ്യം മെച്ചപ്പെട്ടതോടെ തൻ്റെ മെഡിക്കൽ ഷോപ്പിൽ വീണ്ടും സജീവമായി. ഇഷ്ടമുള്ള പാട്ടുകളും മൂളി ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ചേർത്തുവയ്ക്കുകയാണ് സണ്ണി എം തോമസ്. ന്യൂസ് 18 കൊച്ചി. ഹൃദയപൂർവ്വത്തിലെ സാൻഡി അല്ലെങ്കിൽ സന്ദീപിനെ പോലെ തന്നെ മാറ്റിവെച്ച ഹൃദയവുമായി സണ്ണി ജീവിക്കുകയാണ്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. മൂക്കിൽ വിരൽ വെച്ച് ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ കുടുംബാംഗത്തിൻ്റെ അതൊക്കെ ഓരോ മനുഷ്യരും എന്താണ് ഈ അവയവദാനത്തിൻ്റെ പ്രാധാന്യം എന്നത് വിളിച്ചു പറയുന്നത് പോലെയാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ആശങ്കകളും സങ്കീർണതകളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ന്യൂസ് 18ൻ്റെ ക്യാമ്പയിൻ. അത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അവയവദാനം മഹത്തായ ദാനമാണ്. ആ സന്ദേശമാണ് ഇന്നത്തെ ഈ ക്യാമ്പയിനിലൂടെ ഓരോ അനുഭവങ്ങൾ പങ്കുവെച്ച മനുഷ്യരും നൽകിയത്. ഇന്നത്തെ വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.